ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാലും നീ ഒന്ന് ഊഹിച്ചു നോക്ക് ഞാൻ ആരാണെന്ന്. ഇവള് എന്താ നിനക്ക് പിടികിട്ടിയോ? മനസ്സിലായി, നീ നൈൻറ്റേഴ്സിന്റെ യഥാർത്ഥ രൂപമല്ലേ? ആ മിനാട്ടോ എന്നെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ലേ? വല്ലാത്ത കഷ്ടം തന്നെ. ഞാൻ തന്നെ പറയാം, ഞാൻ നിന്റെ ശരിക്കും കാത്തിരിക്കായിരുന്നു ഒന്ന് കാണാൻ. നീ ഇത്ര നേരം എന്താ പറഞ്ഞേ? അമ്മയെ നിനക്ക് ഇപ്പോഴാ മനസ്സിലായതല്ലേ? ഞാൻ എവിടെ നിന്ന് തുടങ്ങണ്ടേ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാനുണ്ട്. അമ്മ ഇത്രയും സുന്ദരിയായിരിക്കുന്നു ഞാൻ കരുതിയതേയില്ല. ഓഹോ, അങ്ങനെയാണോ? നിനക്ക് നിന്റെ അച്ഛന്റെ മുടിയാ കിട്ടിയിരിക്കുന്നേ. പിന്നെ എനിക്ക് എന്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടാവല്ലോ. എനിക്ക് അമ്മയുടെ ചുവന്ന മുടി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്റെ മുടി കൊള്ളാന്ന് പറയുന്ന രണ്ടാമത്തെ ആളാ നീ? ആണോ? ഞാൻ രണ്ടാമതാ? അപ്പൊ ആദ്യത്തെ ആളാരാ? വേറെ ആരാ? നിന്റെ അച്ഛനല്ലാതെ വേറെ ആരാ? അത് ഞാൻ പറയട്ടെ. അമ്മ എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാ. അമ്മയും അച്ഛനും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് മാറിയതിനു ശേഷം സ്കൂളിലെ എന്റെ ആദ്യത്തെ ദിവസമായിരുന്നു അത്. അപ്പോ നമ്മുടെ ക്ലാസ്സിലെ ഇന്നൊരു പുതിയ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ പേര് കുഷീന ഉസുമാക്കിന. മതി മതി, എല്ലാരും മിണ്ടാണ്ടിരുന്നേ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഞാൻ ഈ ഹിഡൻ ലീഫിലെ ആദ്യത്തെ ഫീമെയിൽ ഹൊക്കാഗെയാവാൻ പോവാ. ഞാനും അതെ. എനിക്കും ഈ ഗ്രാമം മുഴുവനും ബഹുമാനിക്കുന്ന ഹൊക്കാഗെയാകണമെന്ന് ആഗ്രഹമുണ്ട്. ഗ്രാമത്തിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഹൊക്കാഗെ അല്ലേ? അന്നാണ് നിന്റെ അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. കണ്ടപ്പോ വലിയ അടുപ്പൊന്നും തോന്നിയില്ല. അതോടെ ക്ലാസ്സിലെ ആൺകുട്ടികളൊക്കെ എന്നെ കളിയാക്കാൻ ആരംഭിച്ചു. അല്ല, എനിക്കറിയാം. ഇത്രയും കേട്ടപ്പോ അച്ഛൻ ഇറങ്ങി വന്ന് കളിയേക്കൊണ്ടിരുന്ന പിള്ളേരെ എല്ലാരും ചീത്ത വിളിച്ചു കാണും അല്ലേ? ഏയ് അല്ല, നിന്റെ അച്ഛനെ പറ്റി അത്രയ്ക്കൊന്നും സങ്കല്പിക്കണ്ട. ടൊമാറ്റോ. കുറച്ച് ദേഷ്യം വന്നെങ്കിലും ഞാൻ ആ പേര് സ്വീകരിച്ചു. നീയൊക്കെ ഇതാണ് നോക്കുന്നേ. അങ്ങനെ എന്നെ ആരൊക്കെ ടൊമാറ്റോ എന്ന് വിളിക്കുന്നോ അവരെയൊക്കെ ഞാൻ തല്ലാൻ തുടങ്ങി. ഈ കീബയും ഷിക്കന്മാരും ഒക്കെ അമ്മമാര് ഭയങ്കരമാരാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എപ്പോഴാണ് മനസ്സിലാവുന്നത്? അപ്പൊ നീയാണല്ലേ ആള് എന്റെ അനിയനെ ഇടയ്ക്കിടയ്ക്ക് തല്ലി കരയിപ്പിക്കുന്ന പെൺകുട്ടി? അത് ഇവൻ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കുന്നതുകൊണ്ടാ. വെറുതെ എന്തേലൊക്കെ പറയും. ദേഷ്യം വരുമ്പോ ഞാൻ ഇടിക്കും. എന്റെ അനിയനോട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പലയിടത്തുനിന്ന് വന്നവൾക്കേ ഇവിടെ അങ്ങനെ ഹൊക്കാകെ ആകാനൊന്നും പറ്റില്ല. അവിടെ നോക്കി നിൽക്കായിരുന്നോ? ഞാൻ ഇവിടുത്തെ ആളല്ലാത്തതുകൊണ്ടാണോ സഹായിക്കാത്തെ? ഹേ, അങ്ങനെയല്ല. പിന്നെന്താ, നീയും ഇവരെ പോലെ തന്നെയല്ലേ? പക്ഷെ അതോടെ ഞാൻ എന്റെ മുടിയെ വെറുത്തു തുടങ്ങി. പക്ഷെ അപ്പോഴാ ഒരു സംഭവം നടന്നത്. അതുവരെയുള്ള എന്റെ ചിന്തകളെയൊക്കെ അത് മാറ്റിമറിച്ചു. എല്ലാരും എവിടെ പോയി? ഹിഡൻ ക്ലൗഡിലെ ആളുകൾ വന്നെന്നെ തട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ ആ നാട്ടുകാരി അല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വന്നെന്നെ രക്ഷിക്കുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. നിന്റെ മുടിക്ക് നല്ല ഭംഗിയാ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നിട്ട് നീ എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. നിന്നെ നോക്കാൻ നിനക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാ. പിന്നെ ഇത് സത്യത്തിൽ നിന്റെ പോരാട്ടമൊന്നുമല്ല, ഗ്രാമങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ്. എന്നാലും എന്തിനാ? എന്തോ നിന്നെ വിട്ടുകളയേണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പുറത്തുനിന്ന് വന്നോളാം. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നീ ഹിഡൻ ലീഫ് വില്ലേജിലല്ലേ കഴിയുന്നത്. അപ്പൊ പിന്നെ എവിടുന്ന് വന്നതായാലും പ്രശ്നമല്ല. അവൻ എന്നെ അടിമുടി മാറ്റിക്കളഞ്ഞു. അന്നു മുതൽ ഞാൻ എന്റെ മുടിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിനേക്കാൾ കൂടുതലായി മിനാട്ടോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മിനാട്ടോ എന്റെ വലിയൊരു പ്രതീക്ഷയായി. ശരിക്കും നീ പറഞ്ഞത് എത്ര വലിയ വാക്കുകളാണെന്ന് അറിയാവോ? എന്റെ മുടിയെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ ഞാൻ ഇഷ്ടപ്പെടാറുള്ളൂ. ഈ റെഡ് ഹോട്ട് ഹബനാരോയെയും യെല്ലോ ഫ്ലാഷിനെയും നീ എങ്ങനെ ഉൾക്കൊണ്ടുന്ന ഞാൻ ആലോചിക്കുന്നേ. അങ്ങനെയല്ലേ നിങ്ങൾക്ക് ലീഫിന്റെ ഓറഞ്ച് ഹൊക്കാഗെ കിട്ടിയത്? അത് ശരിയാ, ഞാനത് ആലോചിച്ചതേ ഇല്ല. എന്റെ ഈ സ്വപ്നം ഞാനും മിനാട്ടോയും പങ്കുവച്ച സ്വപ്നത്തിന്റെ തുടർച്ചയാണ്.